ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ അമൃതപ്പൊടി വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 വലിയ ശർക്കര ഞാനിതുപോലെ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. ഇതുപോലെ ഒരു ബൗളിൽ ഒരു 3/4 കപ്പോളം അമൃതപ്പൊടി എടുത്തിട്ടുണ്ട്. അമൃതപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് നമുക്കിത് മിക്സാക്കിയിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കണം. അമൃതപ്പൊടി ഒന്നും മക്കൾ വെറുതെ നമ്മൾ കുറുക്കി കൊടുത്താൽ നമുക്ക് കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഞാൻ ഇതിൻ്റെ മുന്നേയും 2-3 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അമൃതപ്പൊടി വെച്ചിട്ടൊരു ലഡു ചെയ്തിട്ടുണ്ട്, പിന്നെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. ഇതുപോലൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾ കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് നല്ലപോലെ ഒട്ടും കട്ടകളില്ലാണ്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനോട് അരിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഇതൊന്ന് അരിച്ചിട്ട്, കാരണം എങ്കിലും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലോ സോസ് പാനിലോ എന്താ വെച്ചാൽ നമ്മളത് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി ഇത് നമുക്ക് ഇനി കുറുക്കി എടുത്ത് കൊണ്ടുവരണം. നമ്മൾ ഹൽവ ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പാകത്തിനാണ്. പക്ഷേ ഇതിനൊട്ടും സമയം എടുക്കില്ല കേട്ടോ. നമ്മൾ നോർമലി ഹൽവ ഉണ്ടാക്കുന്ന രീതിയൊന്നുമല്ല, അത്രയും ടൈമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കറിയാം അമൃതപ്പൊടി പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുക്കി കിട്ടും. നമ്മളിതൊന്ന് മിക്സാക്കിയിട്ട് എടുത്താൽ ഒരുപാട് സമയം പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കി നോക്കാണ്ടിരിക്കണ്ട കേട്ടോ. അമൃതപ്പൊടി ആയ കാരണം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി കേട്ടോ. ഇനി നമുക്ക് കൈവിടാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കേട്ടോ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടും. നമ്മളിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കാരണമാണ് കുറച്ചും കൂടെ ടൈം പിടിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നെയ്യ്. നമ്മൾ നോർമലി ഹൽവ ഉണ്ടാക്കുമ്പോഴൊക്കെ നെയ്യ് ചേർക്കുമല്ലോ, അതുപോലെ തന്നെ കുറേശ്ശെ നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബദാം കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, മുന്തിരി ചേർത്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നത് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് വിട്ട് കിട്ടിയാൽ മതി. അത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് തടവി, ഇത് നമ്മുടെ ലഞ്ച് ബോക്സാണ്, സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സാണ്. നമ്മുടെ വൈറ്റ് എള്ളില്ലേ, നല്ല വെളുത്ത എള്ളും കാഷ്യൂ നട്ട് ഇതുപോലെ ആക്കി അതിന് മേലെ നമ്മുടെ അമൃതപ്പൊടിൻ്റെ മിക്സ് ചേർത്ത് ഒരു 1-2 മണിക്കൂർ വെച്ച് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് ഇടുമ്പം നമുക്ക് ആ കാഷ്യൂ നട്ട് വെച്ച ഭാഗം ഇതുപോലെ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇത് അമൃതപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ നല്ലൊരു പുഡിങ്ങും എന്നും പറയാൻ പറ്റില്ല, ഒരു കേക്കൊന്നും പറയാൻ പറ്റില്ല, ഒരു ഹൽവ പോലത്തെ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കാം കേട്ടോ. മക്കൾ കഴിച്ചു പോവും. നമ്മൾ നല്ല ഹെൽത്തിയാണ്, ശർക്കര ഹെൽത്തിയാണ്, നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല, നെയ്യുണ്ട്, ഹെൽത്തിക്ക് നെയ്യുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.